ഒരു പണിക്കും പോകാതെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന അൽപ്പറമ്പിൽ ഗോപി എന്ന നായകന് കൂട്ടായിട്ട് മൽഘോഷ് എന്ന കൂട്ടുകാരൻ. ഇവർക്ക് രണ്ടുപേർക്ക് രാജ്യസ്നേഹം കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനോട് ഭയങ്കര വെറുപ്പുമാണ്. അങ്ങനെ ഇരിക്കെ ഒരു പ്രശ്നത്തിൽ രാജ്യസ്നേഹം മൂത്ത് ഒരു പ്രശ്നത്തിൽ ഇവർ ഇടപെടുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയും അതിനുശേഷം നായകൻ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ നാട് വിട്ട് ചെല്ലുന്ന സ്ഥലത്ത് ഇയാൾക്കാകെ ഒരു റൂം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഒരു പാകിസ്ഥാനിയുമായിട്ടാണ്. അങ്ങനെ ഈ പാകിസ്ഥാനിയും മലയാളിയും ഇന്ത്യനും ആയിട്ടുള്ള ഇവർ തമ്മിലുള്ള ആ ബോണ്ടിങ്ങിനൊക്കെ വെച്ച് പോകുന്നൊരു സിനിമയാണ് 2024 ഡിജോ ജോസാനി ഡയറക്റ്റ് ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. 2024 ഫ്ലോപ്പ് ചാർട്ടിൽ പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ട്രോൾസും ഒക്കെ വന്നൊരു സിനിമയാണ്. പക്ഷേ എനിക്കത് കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ കുറേ ചളികളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ കണ്ടതുകൊണ്ടായിരിക്കും. എനിക്ക് ഡിജോ എസ് ആൻ്റണിയുടെ പടങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ജനഗണമനയൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. പക്ഷേ ഈ സിനിമ എനിക്ക് കുഴപ്പമില്ല. ഒരു സെക്കൻഡ് ഹാഫ് എനിക്ക് വർക്കായതുപോലെ തോന്നി. പുള്ളി ഓൾറെഡി നല്ലൊരു മേക്കറാണ്. എനിക്ക് സ്റ്റോറി വൈസ് എനിക്ക് ജനഗണമനയൊന്നും വലിയ വർക്കായിട്ടില്ല. പക്ഷേ ഈ സിനിമ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക്. പിന്നെ വിവാദങ്ങളെ പറ്റിയൊന്നും ചിലപ്പോൾ ഈ കോപ്പി റൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് ഭയങ്കര നെഗറ്റീവായിരുന്നു ഈ സിനിമയ്ക്ക്. പക്ഷേ സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ലാത്തത് അങ്ങനെ ഒരു ഫ്ലോപ്പ് അറിയിക്കുന്നൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വൺ ടൈം വാച്ചബിളായിരുന്നു സെക്കൻഡ് ഹാഫിലുള്ള സീൻസ്. അതുപോലെ പാകിസ്ഥാനിയുടെ സീനുകളും അതുപോലെ ആകെ ഇച്ചിരി വെറുപ്പിക്കലായിട്ട് തോന്നിയത് ധ്യാൻ ശ്രീനിവാസൻ്റെ കുറച്ച് ഏരിയയിലെ കുറച്ച് ചളികളും കാര്യങ്ങളൊക്കെ. നിവിൻ പുള്ളിയുടെ ആക്ടിങ് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു ഇതായിരുന്നു. പുള്ളിയുടെ ആ ചേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നൊരു സിനിമയായിരുന്നു. കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ. സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാം. കണ്ടൊന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ സിനിമ ഫ്ലോപ്പ് ആകേണ്ടതായിരുന്നോ അതോ ഹിറ്റ് ആകേണ്ടതായിരുന്നോ എന്നുള്ളതിനെ പറ്റി ഒപ്പീനിയൻ ഒന്ന് പറയാം.